പറഞ്ഞൊരു കാര്യമുണ്ട്, റസ്മിന് മൂവി ഓഫർ ഒക്കെ വന്നു. അപ്പൊ നമ്മൾ ഇനി മിനി സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. ആരെ ഈ വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ഓരോ ഓഫറും വന്നിട്ടില്ല. യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമല്ലോ. അല്ല, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ, മൂവിയിൽ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഫൈറ്റിംഗ് ആണോ? ഫൈറ്റിംഗ് എനിക്ക് കോണ്ടാക്ട്സ് കുറവാ. എനിക്കിങ്ങനെ അപ്രോച്ച് ചെയ്യാൻ, ആരെ അപ്രോച്ച് ചെയ്യുക, ലൈക്ക് ഇപ്പോൾ കാസ്റ്റിംഗ് കോളൊക്കെ വരുമ്പോൾ എന്നാ വീഡിയോ അയച്ചിടാം എന്ന് വിചാരിക്കും. പക്ഷെ ഇതുവരെ അയച്ചിട്ടിട്ടില്ല. ഞാൻ ബിഗ് ബോസ് ഒന്നുകൂടി അയച്ചു വെക്കാം, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിലും അല്ലേ. എനിക്ക് അങ്ങനെ ഒന്നും ഓഫേഴ്സ് ഒന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് താല്പര്യമുണ്ട്, മൂവീസിനോടൊക്കെ താല്പര്യമുണ്ട്. വന്നതിന് എന്തായാലും ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ അറിഞ്ഞ വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസില് റസ്മിന് പെർ ഡേ കിട്ടിയത് 50,000 രൂപയാണ്. 50,000 പെറ്റ തള്ള സൈക്കിൾ കേട്ടോ ഈ ചോദ്യമൊക്കെ കേട്ടുകഴിഞ്ഞാല്. 50,000 ഞാൻ ആരെയൊക്കെ 50,000 ഒന്നുമില്ല, അതൊക്കെ വെറുതെ ആൾക്കാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാകും. പെർ ഡേ കിട്ടുമല്ലോ, പെർ ഡേ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതില് ഇപ്പൊ ഞാൻ കോമണർ ആയിരുന്നല്ലോ, അപ്പൊ കോമണേഴ്സിനാണ് ഒരു 20-നകത്ത് കാണും. ഇല്ല മോളൂസേ, അത്രയില്ല. അപ്പൊ എമൗണ്ട് ഒന്നും പറയാൻ പാടില്ല, അത് പറയാമല്ലോ. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. കോമണേഴ്സിനായിരിക്കും അപ്പോൾ ഏറ്റവും കുറവ്. എന്താ പറയാ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനൊക്കെ ആ ഒരു റേഞ്ച് എമൗണ്ട് ഒക്കെ വരും. അപ്പൊ ഈ കിട്ടിയ പേയ്മെന്റ് വെച്ച് എന്താണ് മേടിച്ച ഫസ്റ്റ് ബിഗ് ബോസിന് കിട്ടിയ പേയ്മെന്റ് വെച്ച്? ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പേയ്മെന്റ് വെച്ചിട്ട് 73 ദിവസം ഉണ്ടായിരുന്നു, അപ്പം കുറച്ചുണ്ടായിട്ടുണ്ടായിരിക്കും കുറച്ചൊക്കെ. അല്ല, അതിൽ GST ഒക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷെ ഞാനുണ്ടല്ലോ, എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാനൊരു ഐഫോൺ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ ഉമ്മിക്ക് അത്യാവശ്യം കടങ്ങളുണ്ടായിരുന്നു, കാരണം നമ്മൾ കുറേ ഗോൾഡ് ലോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് ലോണൊക്കെ എടുപ്പിച്ചു ആ പൈസയ്ക്ക്. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഫുൾ ഫാമിലിയായിട്ട് ഡൽഹി കാശ്മീർ ട്രിപ്പ് പോയി. അത് അത്യാവശ്യം നല്ല പൈസ പൊടിഞ്ഞു. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തേക്കുന്ന, എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. കാരണം എൻ്റെ ഉമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിലധികം പോയിട്ടില്ല. ഉമ്മയാണെങ്കിൽ എന്നേക്കാളും അധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരാളായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി 3 കുട്ടികളൊക്കെ ആയി. അങ്ങനെ ഉമ്മിക്ക് ലൈഫ്, കുട്ടികൾ, ജോലി, ആ ഒരു ബാധ്യത, ശരിക്കും അതൊരു ബാധ്യത തന്നെയാണ്. അങ്ങനെ ഒരു ലൈഫായി മാറി. അപ്പോൾ എൻ്റെ ഉമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാശ്മീരൊക്കെ പോകാൻ. അപ്പം ഞാനൊന്നും നോക്കിയതില്ല. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഉമ്മി. ചെന്നൈയിൽ എൻ്റെ അവിടെ വന്നപ്പോൾ ഫ്ലൈറ്റിന് വന്നു. പക്ഷേ എൻ്റെ ഫാമിലി ഫുള്ള് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്നത് ഞാൻ ഡൽഹിക്ക് ട്രിപ്പ് കൊണ്ടുപോയ സമയത്താണ്. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ എല്ലാവരും വിചാരിക്കും, ഈവൻ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ഓരോരുത്തർ, റസ്മി ഒരു 50,000 രൂപ ഉണ്ടാവും, ഒരു കടമുണ്ട്, അവനായാലും 10 പൈസ ഉണ്ടാവില്ല അക്കൗണ്ടിൽ. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പൈസ 50,000 ഒക്കെ കടം ചോദിക്കുക. എല്ലാവരും വിചാരിക്കും കുറേ പൈസ ഉണ്ട്, കുറേ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ അനിയൻ്റെ ഡ്രസ്സാണ് കഴിച്ചത്, ചിലതൊക്കെ കൊളാബായിരിക്കും അങ്ങനെ. അപ്പോൾ ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറേ കടങ്ങൾ വീട്ടി, പിന്നെ ട്രിപ്പ് പോയി, പിന്നെ ഞങ്ങൾ വീടൊന്ന് എന്താ പറയുക, ലീസിനൊരു വീടെടുത്തു. അപ്പോൾ കുറച്ച് പൈസ ആ ലീസിന് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്കൊരു കാറ് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇനി നടക്കുമായിരിക്കും. എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കും. പക്ഷെ റസ്മിൻ സ്വന്തമായിട്ടൊന്നും ഇതാക്കാതെ ഞാനൊന്നും മേടിച്ചിട്ടില്ല. ഫാമിലിക്കും വേണ്ടി അത് വലിയൊരു കാര്യം തന്നെയാണ്, ആരും ചെയ്യാത്തൊരു. അല്ല, അങ്ങനെയൊന്നുമില്ല. കുറെ പേര് സത്യം ഐഫോൺ എടുക്കും. ഞാൻ ഐഫോൺ എടുക്കണം ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ, മീൻസ് അതിനകത്തിരിക്കുമ്പോൾ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്, ഐഫോൺ എടുക്കണം, കാർ എടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ പേയ്മെന്റ് മനസ്സിലായി. അല്ല, ഒരു കാറ് ഫുൾ എടുക്കാനുള്ള അത് അത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് EMI കാർ എടുക്കാം, അങ്ങനെയൊക്കെയാണ് ചിന്ത. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ ഈ പെർ ഡേ വരുന്ന പേയ്മെന്റ് അന്നന്ന് അക്കൗണ്ടിൽ കയറുമോ? ഇല്ല, അതൊരു അന്നൊന്നും അക്കൗണ്ടിൽ കയറില്ല. ഫസ്റ്റ് 2 വീക്സിനുള്ളത് 2 വീക്സ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ആ പൈസ വന്നിട്ടാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും, അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ വീക്കെൻഡ്സിൽ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം, അവിടെ നിന്നൊന്നും തരുന്നില്ല. ഞാൻ വിചാരിക്കും ഇത്രയും ഡ്രസ്സൊക്കെ അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ വിചാരിക്കും. നമ്മള് റോക്കിയൊക്കെ 100 ദിവസത്തുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു ഒരുമിച്ച്. അയ്യോ, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഗബ്രീൻ്റെ ഷർട്ട് എടുത്തിടും, അർജുൻ്റെ എടുത്തിടും, റോക്കിയുടെ എടുത്തിടും, സായിയുടെ എടുത്തിടും. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഓരോ ദിവസം ഓരോ പല പല ഡ്രസ്സാണല്ലോ ആൾക്കാരിടുന്നത്. ഞാൻ സ്ഥിരം എന്തെങ്കിലുമൊക്കെ ടീഷർട്ട്, ട്രൗസർ, നിക്കറമായി എന്നാണ് എൻ്റെ പേര്. നിക്കറൊക്കെ ഇട്ട് നമുക്കതൊക്കെ മതി. അപ്പൊ എന്തായാലും ഒരു കോമണർ ആയിട്ട് വന്നിട്ട് ഇത്രയും ഒരു ഫേമസ് ഒക്കെ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ നോർമൽ ആൾക്കാർക്ക് കോമണർ ആയിട്ട് കയറാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർ കാണും.
അപ്പൊ ശരിക്കും അതിലുള്ള ഒരു റസ്മിൻ അല്ല നേരിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഓപ്പൺ ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഓ ഇഷ്ടം പോലെ വെട്ടി തുറന്നങ്ങ് പറയല്ല. ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നവർക്കേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതായത് സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും പറയുന്ന ആൾക്കാർക്കാണ് എപ്പോഴും പ്രശ്നങ്ങളും. എനിക്ക് അതിൻ്റെ അകത്തും അത് തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ അകത്ത് കണ്ട റസ്മിൻ അല്ല ഇത്, അതിന്റെ അകത്തും ഞാൻ ഇങ്ങനെ ആയിരുന്നേ. പക്ഷെ അത് കാണിച്ചില്ല. അപ്പൊ അതിന്റെ അകത്തും ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് എന്താണോ ആ സമയത്ത് ഫീൽ ചെയ്യണത്, എനിക്ക് റൈറ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ റൈറ്റ് ടൈമിൽ പറയും. അത് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും. ഇവിടെയും അങ്ങനെ തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ച ഞാൻ അതിൻ്റെ അകത്ത് 100% ഞാൻ എന്താണോ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളത്. പുറത്തും ഞാൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് ഇപ്പം എന്നെക്കുറിച്ച് ഇയാളുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും, വേറെ ആളുടെ വേറെ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇറ്റ്സ് അപ് ടു ദം. അപ്പോൾ യെസ് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒത്തിരി താങ്ക് യു. ഒരു വീഡിയോ അയച്ചതാണ് ഇപ്പം ബിഗ് ബോസിൽ കയറിയത് ഒരു ഓഡീഷൻ. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു ഓഡീഷൻ മൂവിയിലോട്ട് കൊടുത്തതിന് അടുത്ത് മൂവിയിൽ കാണുക. അങ്ങനെ എന്തായാലും ഒരു മൂവിയിലൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു അതെ. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു വീഡിയോ അയച്ചത്, അതിപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പല സിറ്റുവേഷനിൽ പലതും നഷ്ടപ്പെട്ടു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ. അത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഈ എല്ലാം പോയി ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ കാലെടുത്ത് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്യാനോ ഒരാളും വരില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഒരാളും വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി, മൈൻഡാണ് പ്രശ്നക്കാർ. മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. വേറെ ആരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. ലിവ് യുവർ ലൈഫ്, അത്രേ ഉള്ളൂ.